നമസ്കാരം. ഞാൻ ആർഷിൻ. എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ദീപാവലി ആശംസകൾ. ദീപാവലി ദീപങ്ങളുടെ ഉത്സവമാണ്. ദീപാവലിയുടെ ഐതിഹ്യം ഞാനൊന്ന് ചുരുക്കി പറയാം. ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും 14 വർഷത്തെ വനവാസം കഴിഞ്ഞ് തിരിച്ച് അയോധ്യയിലേക്ക് വരുമ്പോൾ ജനങ്ങളെല്ലാം തെരുവ് മുഴുവൻ മൺവിളക്ക് കത്തിച്ച് വെച്ച് സ്വാഗതം ചെയ്തു. അതിൻ്റെ ഓർമ്മയ്ക്കായാണ് ദീപാവലി ആഘോഷിക്കുന്നത്. ലൈറ്റ് കൊണ്ടും പൂവും കൊണ്ടും നല്ല ഭംഗിയായിട്ട് നമ്മൾക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് കാണാം. ആൾക്കാരൊക്കെ ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ മാർക്കറ്റിൽ പോകും, ഈ ഡെക്കറേഷൻ സാധനമൊക്കെ. അപ്പം നമ്മൾക്ക് തിളങ്ങി കിടക്കുന്ന മാർക്കറ്റിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പം ഞങ്ങളൊന്ന് വൈകുന്നേരമൊക്കെ ആയപ്പം പുറത്തിറങ്ങിയതാണ്. ഇപ്പം ഏകദേശം സമയം ഒരു 8 മണിയൊക്കെ ആയി കാണും. ഇവിടെ രാവിലെ വന്ന ഒരു വൈബൊന്നും കിട്ടില്ല. ഇപ്പം ഞങ്ങളൊന്ന് അതുകൊണ്ടാണ് സന്ധ്യ ആയപ്പോൾ ഇറങ്ങിയത്. നല്ല ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളതൊക്കെ കാണാം. പിന്നെ തോരണനെ കൊണ്ടൊക്കെ വെച്ചിട്ടുണ്ട് മുകളിൽ നല്ല കളർഫുള്ളായിട്ട്. ഇവിടെ ഓരോ പലതരത്തിലുള്ള സാധനം ഇതൊക്കെ വിൽക്കുന്നുണ്ട് ദീപാവലി ആയതിനെ കൊണ്ട്. നിങ്ങൾ കണ്ടില്ലേ ഇവിടെയുള്ള ഓരോ പലതരത്തിലുള്ള ലൈറ്റും സാധനങ്ങളും ഒക്കെ. അപ്പം ഞങ്ങൾ മാർക്കറ്റിലെത്തി. നല്ല ഫ്രഷ് പൂവുണ്ട് പൂജയ്ക്കും വീട്ടിലൊക്കെ തൂക്കാനൊക്കെ. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് ഇലയും പൂവും മിക്സ് ആക്കിയതാണ്. ഇവിടെ ആൾക്കാരൊക്കെ അങ്ങനത്തെ ഇതൊക്കെ വിൽക്കും പൂജയ്ക്ക് വേണ്ടി. ഇതാണ് കാണുന്നത് ഓരോ വാതിലിൻ്റെ മുകളിൽ തൂക്കുന്ന സാധനവും അതും ഇതും ഒക്കെ ഉണ്ട്. കുറേ സാധനങ്ങൾ ഫുള്ളും 20 രൂപ മുതൽ 1000, 2000, 10,000 വരെയൊക്കെയുള്ള സാധനമാണ് ഇവിടെ ഉള്ളത്. അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഓരോ പലതരത്തിലുള്ള കളറും ഇതും നല്ല ഡെക്കറേറ്റൊക്കെ ചെയ്തത്. ഈ ബുദ്ധനൊക്കെ നിങ്ങൾ കണ്ടോ, നല്ല വെള്ളത്തിലൊക്കെ വരുന്ന ഓരോ ഡെക്കറേഷനൊക്കെ വീട്ടിൽ വെക്കാൻ. ഇതാണ് ഫേമസ് ആയിട്ടുള്ളൊരു കട സ്വീറ്റ്സിൻ്റെ. നല്ല പലതരത്തിലുള്ള സ്വീറ്റ്സൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ 2000 മുതൽ 10,000 വരെയൊക്കെയുള്ള സ്വീറ്റ്സിൻ്റെ കിറ്റാണിത്. നല്ല പലതരത്തിലുള്ള സ്വീറ്റ്സ് ഉണ്ടാവും. ഞങ്ങളും ഒരു 3 പെട്ടി വാങ്ങി സ്വീറ്റ്സിൻ്റെ. നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. രസഗുള, ഗുലാബ് ജാമുൻ അങ്ങനത്തേത്. അപ്പം ഞാനും ടേസ്റ്റ് നോക്കി. ഞാൻ ആദ്യം കടിച്ചത് രസഗുളയാണ്. നല്ല ടേസ്റ്റുണ്ട്. നല്ല വെള്ള കളർ ആയിട്ടുള്ളൊരു സ്വീറ്റാണ് രസഗുള. പിന്നെ എടുത്തത് പേടയാണ്. പേടയും കടിച്ചു നോക്കി, കുഴപ്പമൊന്നുമില്ല, നല്ല മധുരമൊക്കെ ഉണ്ട്. പിന്നെ ഗുലാബ് ജാമുൻ പോലെയുള്ള ഒരു നീട്ടുള്ളൊരു സാധനമാണ് ഞാൻ എടുത്തത്. അതിൻ്റെ പേര് എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ എല്ലാവർക്കും മാർക്കറ്റ് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ടാറ്റാ, ബൈ ബൈ.